ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളായിട്ട് വന്നിരിക്കുന്നത്. വണ്ടി ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാറ്ററിയുടെ ലൈറ്റ് കത്തിയെന്ന് പറഞ്ഞ് കസ്റ്റമർ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകിൽ ഇതിൻ്റെ ബെൽറ്റ് പൊട്ടാം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ AC ഒക്കെ വെക്കാവുന്നില്ല, AC ഒക്കെ കട്ടായെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സംഭവം എന്താണെന്ന്. വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബാറ്ററി ലൈറ്റ് കത്തി കളയ്ക്കണം കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ വണ്ടി നിർത്തിക്കൊണ്ടാണ് ഹാൻഡ് ബ്രേക്കും ഡോർ സിമ്പിളും കത്തിയിട്ടുള്ളത്. അപ്പോൾ ബാറ്ററി ലൈറ്റ് കത്തിയാലുടൻ തന്നെ നമുക്ക് ഇങ്ങനെ വണ്ടി സൈഡാക്കി എന്താണ് പ്രോബ്ലം നമുക്ക് നോക്കണം. ഒന്നുകിൽ ബെൽറ്റ് പൊട്ടാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റർ കംപ്ലയിൻറ്റ് വരാം. ഈ ബാറ്ററിയിലോട്ട് ചാർജ് കയറുന്നില്ല എന്നുള്ള സിമ്പിളാണ് ബാറ്ററി ലൈറ്റ് കത്തുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എഞ്ചിൻ തുറന്ന് നോക്കിയപ്പോൾ ബെൽറ്റ് ഊരിയാണ് കസ്റ്റമർ കൊണ്ടുവന്നത്. ബെൽറ്റ് ഇതിൽ ഊരിപ്പോയി. സംഭവം ഈ കാണുന്നതാണ് ബെൽറ്റ് ഇടയ്ക്ക് മാറിയതാണ്, പുതിയ ബെൽറ്റാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞാൽ ബെൽറ്റിൻ്റെ അഡ്ജസ്റ്റാണ് മെയിൻ വില്ലൻ. ഇതായി കാണുന്ന ബെൽറ്റ് അഡ്ജസ്റ്റാണ്, അതായത് ടെൻഷനർ, ബെൽറ്റ് ടെൻഷനർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ബെൽറ്റ് ടെൻഷനർ എന്തെങ്കിലും കാരണവശാൽ ഇത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ബെൽറ്റ് ഊരിപ്പോവും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തുന്ന ഓട്ടോമാറ്റിക് ബെൽറ്റ് ടെൻഷനറാണ്. ഇത് ബെൽറ്റ് ലൂസ് ആകും തോറും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് AC ആണ്. AC കംപ്രസർ വർക്ക് ആവത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് വാട്ടർ പമ്പ് വരുന്നുണ്ട്. ഇതായി കാണുന്ന വാട്ടർ പമ്പ് കണ്ടോ, ഇത് വാട്ടർ പമ്പാണ്. വെള്ളത്തിന് പമ്പ് ചെയ്ത് കൊടുക്കുന്ന വാട്ടർ പമ്പ് വർക്ക് ചെയ്യത്തില്ല. ഓൾട്ടർനേറ്റർ ഇതിൻ്റെ മേളിലായി കാണുന്ന ഓൾട്ടർനേറ്ററാണ്, അത് വർക്ക് ചെയ്യത്തില്ല. ഈ 3 കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ടെൻഷനർ ഇളക്കിയെടുത്തപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ടോ, പീസ് പൊട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഈ ഒരു അലുമിനിയം കേസിങ് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് പൊട്ടിയാണ് ഈ ഒരു ബെയറിങ് വളഞ്ഞു പോയി. സംഭവം എന്ന് വെച്ചാൽ തിരിഞ്ഞു പോയി. ശകലം തിരിഞ്ഞു പോകുമ്പോഴാണ് ബെയറിങ് ലൂസായി ഊരി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. കറക്റ്റ് സ്റ്റഡി അല്ല, ഒരു ബെൻഡുണ്ട്. ഈ പൊട്ടിയ പീസിൽ നിന്ന് ഒരു ബെൻഡുണ്ട്. അങ്ങനെ നമ്മൾ പുതിയ ടെൻഷനർ എടുത്തിട്ടുണ്ട്. ബെൽറ്റ് ടെൻഷനാണ് ഇത്. നമ്മൾ ലോക്കിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ലോക്ക് എടുത്ത് വിട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് നിർത്തും എന്നുള്ളതാണ്. 2 ബോൾട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ബെൽറ്റ് സെറ്റ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ടെൻഷനർ സെറ്റ് ചെയ്തു, ആദ്യം പുള്ളി സെറ്റ് ചെയ്തു. ഉണ്ടാവും ഇത് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ലൂസ് ആവും തോറും ടൈറ്റ് ചെയ്ത് വരും. ഇതാണ് എൻ്റെ വർക്കിംഗ് ബെൽറ്റ് ടെൻഷനർ. നിങ്ങൾ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ